ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് പനി പിടിച്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ. അതായത് പനി പിടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ആകെ മൊത്തം വയ്യാണ്ടായി. പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് റെഡിയാക്കി. അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് ആദ്യമൊക്കെ ഞാൻ വ്ളോഗ് എടുത്തു. കാരണം നമ്മുടെ വ്യൂവേഴ്സ് എപ്പോഴും പറയുന്നതാണ് ഇങ്ങനത്തെ വ്ളോഗാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന്. ഞാനാണെങ്കിൽ ഇപ്പം വ്ളോഗ് എടുക്കാൻ ഭയങ്കര മടി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഇന്ന് മാലിയില്ല കേട്ടോ, പനിയുമാണ്, മാലിയും ഇല്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കും വേണം. മാലി ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാം മാലി ചെയ്യുമല്ലോ. അപ്പോൾ ഞാനും വീഡിയോ എടുക്കാൻ നിൽക്കില്ല. മാലി ഇല്ലെങ്കിലേ എനിക്ക് ഈ പരിപാടികളൊക്കെ കിട്ടുള്ളൂ. അല്ലാത്ത ദിവസം മാലി തന്നെയാണ് ചോറൊക്കെ റെഡിയാക്കി വെക്കുന്നത്. കറികളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ചിലതൊക്കെ ആ കട്ടിങ്ങും ഒക്കെ മാലിയാണ് ചെയ്യാറ്. എപ്പോഴും പനി മാറിയിട്ടില്ല. അതാണ് വോയിസിൽ കുറച്ച് ചേഞ്ചസ് കേട്ടോ. അങ്ങനെ ഇന്ന് പിന്നെ ഞാൻ പനി ആയതുകൊണ്ട് തന്നെ ഇക്ക പറഞ്ഞു പുറത്തുനിന്ന് ഫുഡ് ആക്കാമെന്ന്. പക്ഷേ ഇക്കാക്ക് ഞാൻ പുറത്തുനിന്ന് ഫുഡ് വല്ലാണ്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞു ഓക്കെ ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ റീനുവിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, ജാനുവരി 19-നാണ്. പക്ഷേ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനും തിരക്കിലായിരുന്നു, അവളും എക്സാമൊക്കെ ആയിട്ട് ഓരോ തിരക്കിലായതുകൊണ്ട് തന്നെ ഇവിടെ വാഴേൻ്റെ ഇല പച്ചക്കറി വാങ്ങിച്ചപ്പോൾ വാഴേൻ്റെ ഇല വാങ്ങിച്ചു, വാഴയില. അപ്പോൾ വാഴയില കണ്ടപ്പോൾ ഇക്ക പറഞ്ഞു എന്നാൽ നമുക്ക് സദ്യ ഉണ്ടാക്കാമെന്ന്. കുറച്ചധികം കൂട്ടാനുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ സദ്യ എന്ന് പറയുക. അല്ലാണ്ട് സദ്യേൻ്റെ ആ ഒരു ട്രഡീഷണൽ ഡിഷസ് ഉണ്ടാക്കാമെന്നല്ല, കുറച്ചധികം കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഉമ്മ അവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ കട്ടിങ്ങും ഇതൊക്കെ ചെയ്യുന്നത്. കാരണം മാലയുണ്ടല്ലോ, ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഉമ്മക്കാണെങ്കിലും വയ്യേനും. അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഉമ്മ പറഞ്ഞു ഞാൻ പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരാം, ഇങ്ങനെ ടേബിളുമ്മ വെച്ചോന്ന്. അപ്പോൾ ടേബിൾ നമുക്ക് കട്ടിംഗ് ബോർഡും ഇതൊക്കെ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് നിർത്തപ്പോൾ ഉമ്മ പറഞ്ഞു കട്ടിംഗ് ബോർഡൊന്നും വേണ്ട, ഞാൻ കയ്യിൽ വെച്ചിട്ടായിരുന്നു. ഉമ്മ പണ്ടും അങ്ങനെ തന്നെയാണല്ലോ, നാട്ടിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കയ്യിൽ പിടിച്ചിട്ടാണല്ലോ ക്യാബേജ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ കത്തി ആണെങ്കിൽ ഉമ്മാക്ക് അങ്ങനെ എല്ലാ കത്തിയും വെച്ചിട്ടൊന്നും ഉമ്മ കട്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ കത്തി കൊടുത്തപ്പോൾ മൂർച്ചയില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മനെ മൂർച്ച ആക്കുന്നൊക്കെ ഉണ്ട്. മൂന്നാമത്തെ കത്തിയാട്ടോ അത്. ഫസ്റ്റ് കത്തി കൊടുത്ത് പറ്റിയില്ല, രണ്ടാമത്തെ കത്തി കൊടുത്തു അതും പറ്റില്ല, മൂന്നാമത്തെ കത്തിയിലാണ് ഉമ്മക്കൊന്ന് ശരിയായത്. പിന്നെ വീഡിയോയിൽ നമ്മുടെ വ്യൂവേഴ്സിനും കാണാൻ ഇതൊക്കെ തന്നെയല്ലേ ഇഷ്ടം. ഞാൻ തന്നെ ചെയ്യുന്ന കാണുമ്പം ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം വീഡിയോക്കായിട്ട് എടുത്തോന്നല്ല കേട്ടോ, ഉമ്മ സഹായിച്ചപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. എൻ്റെ ഐഷസ് മോഡസ്റ്റിലെ ഡ്രസ്സുകളാണ്, വീഡിയോ ഷൂട്ടിനായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ കേട്ടോ. അതാണ് അവിടെ പരന്ന് കിടക്കുന്നത്. അത് ഞാനിപ്പം കാണിക്കാൻ കാരണം വേറെ ഒന്നുമില്ല, വീഡിയോയിൽ കാണുന്നുണ്ടാവുമല്ലോ ഈ ഒരു ഭാഗം. അപ്പോൾ അതെന്താ ഡ്രസ്സെല്ലാം കൂടി കൂട്ടി വെച്ചിരിക്കണമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതൊക്കെ ഡ്രസ്സ് വീഡിയോ ഇടാനുള്ളതാണ്. കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്, ഒക്കെ വീഡിയോ ഷൂട്ടിനായിട്ടുള്ളതാണ്. എനിക്ക് വയ്യാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതാണ്. പിന്നെ റൂയിമോള് ഇക്ക പള്ളി പോയതാണ്. റൂയിമോളവിടെ ടോയ്സും ടി വിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. വിശേഷങ്ങളല്ല, ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് വിശേഷങ്ങൾ. ഞാൻ സാധാരണ വ്ളോഗിൽ ഇങ്ങനെയൊന്നും കാണിക്കാറില്ലല്ലോ, കുറേ ആയില്ല ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്തിട്ട്. പിന്നെ ഇന്നത്തെ കറി ഒരു സ്പെഷ്യൽ കറിയാണ്, ഒരു ബംഗാളി ഡിഷാണ്. കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മളെ മലയാളി വീട്ടമ്മമാർ കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു കറി. അതായത് വഴുതനങ്ങ വെച്ചിട്ട് തൈരും വഴുതനങ്ങയും കൂടിയുള്ളൊരു കറിയാണ്. ബംഗാളി ഡിഷാണ് സംഭവം. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, കാണുമ്പോഴത്തേ നമുക്ക് കഴിക്കാൻ തോന്നുന്നു. നല്ല സിമ്പിളാണ്. അപ്പോൾ അതിനായിട്ട് വഴുതനങ്ങ കട്ട് ചെയ്യുന്നുണ്ട്. റൗണ്ടായിട്ട്, വല്ലാണ്ട് തിന്നാക്കണ്ട, റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. എന്താണ് എന്താണ് ടോയ്സ് വിചാരിച്ചിട്ട് ഓടി വന്നാണ്. കുട്ടിക്ക് ടോയ്സ് എത്ര പോരം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇക്ക പള്ളിയിൽ പോയി വന്നതാട്ടോ.
അപ്പം നമ്മൾ വഴുതനങ്ങ ഇതാ അതുപോലെ റൗണ്ടായിട്ട് വല്ലാണ്ട് തിന്നാക്കണ്ട, എന്നാൽ വല്ലാണ്ട് കട്ടിയിലും ആക്കണ്ട, അങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് മസാല തേച്ചിട്ട് പൊരിക്കുക. പിന്നെ വേറെ പണികളൊക്കെ ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടി ഈ ഒരു കറി മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ശരിക്കും ഇന്നിപ്പം കുറേ കൂട്ടാനുണ്ട്, എന്നാലും വേറെ കറികളൊന്നും ഇല്ലയെന്നാണെങ്കിൽ ഈ കറി മാത്രം മതി, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വഴുതനങ്ങ പലർക്കും ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ്, പക്ഷേ വഴുതനങ്ങ കൊണ്ട് കുറേ അടിപൊളി വിഭവങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഉമ്മ ക്യാബേജും ബീൻസും, ഇനിയിപ്പം ഇക്കാക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, വെണ്ടക്ക വേണം. അപ്പോൾ ഇക്ക വന്നപ്പോൾ പറഞ്ഞു കുറച്ച് വെണ്ടക്കം കൂടി ഒന്ന് കട്ട് ചെയ്ത് തരുമെന്ന്. അപ്പോൾ ഞാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത് കൊടുത്തോളാന്ന്. അപ്പോൾ ഉമ്മ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്ത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും വെണ്ടക്ക ഫ്രൈ അത് വേണം. എനിക്ക് പനി പിടിച്ചപ്പോൾ എന്തൊക്കെയോ കഴിക്കണം എന്നുള്ളതുകൊണ്ട് ഭയങ്കര സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു സമയമൊക്കെ ആയപ്പം ആകെ മൊത്തം ടയർഡായി. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണമല്ലോ അതുണ്ടാക്കണമല്ലോ, വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ ആയിപ്പോയി. ഇക്കും റൂഹിയും കൂടി വൃത്തികേടാക്കിയതാണ്. ഇതുവരെയൊക്കെ ഈ ടേബിൾ മുകളിൽ ഒരു കച്ചറ പോലും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ വെജിറ്റബിൾസ് വരെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ നിന്ന്. എന്തപ്പോൾ പെട്ട സ്ഥിതി? എന്തപ്പോൾ പെട്ടത് കണ്ട? ഇതൊക്കെ എന്താ? സോക്സ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ പറ എന്താണ് അത്? നമുക്ക് റീൽസ് എടുക്കണം അതൊക്കെ വെച്ചിട്ട്. പപ്പ കുട്ടിക്ക് ടോയ് വാങ്ങിച്ചു തരും. ടോയ് തീരെ ഇല്ല കുട്ടിക്ക്. എനിക്ക് കുറച്ച് കിട്ടുമോ? ടൂയി ആ ടി വി നോക്കിയിട്ട് ആർക്കോ വേണ്ടിയിട്ട ടി വി പോലെയാണത്. രാവിലെ മുതൽ തുടങ്ങും അവിടെ ടി വി ഓൺ ചെയ്യൽ. ഞാൻ ആക്കണോ? ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിത് ഫുള്ള് കാണിക്കുന്നില്ല. ഇതിൻ്റെ ബാക്കിൽ എൻ്റെ ഡമ്മിയാണ് കാണുന്നത്. ഓക്കെ, പ്രസ് ചെയ്തിട്ട് ആ ജ്യൂസ് വരുന്നത്. അത് ഞാൻ പിന്നെ കുറേ നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കൊടുക്കാത്തതാണ് കേട്ടോ. ഇതിപ്പോൾ എത്രയാണ്? 2 പൊംഗ്രനേറ്റാ? 2 പൊംഗ്രനേറ്റ്. പക്ഷെ നല്ല പൊളിയുണ്ട് ഇത്. അതാ എന്തിനാ 2 കൂടി മിക്സ് ചെയ്ത്? ഇക്കെൻ്റെ ഡെയിലി ഡ്രിങ്കാണ് പോംഗ്രനേറ്റും ഓറഞ്ച് ജ്യൂസും. ആഹാ, ഞാൻ പ്രസ് ചെയ്ത് തരാം. ഞാൻ ആ ജ്യൂസിൽ അവകാശം പറയും വിചാരിച്ചിട്ടാ? നിങ്ങളതും വിചാരിക്കൂ. ഒരു സിപ്പ് തരുമോ? പപ്പൻ്റെ ഉയിമുത്ത് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പപ്പാരെ സോപ്പ് ഇടാൻ വേണ്ടിയിട്ട്. എന്താ വേണ്ടി റൂയിക്ക്? വേണ്ടിട്ട് ഉയ്ക്ക് പപ്പാനെ ഇഷ്ടം ഉമ്മാനെ ഇഷ്ടം? ഉമ്മാനെ എന്താണ് നോക്കട്ടെ, ആ ഫേസ് നോക്കട്ടെ. ഉമ്മാനെ ഇഷ്ടമില്ല എന്ന് പറയാൻ നോക്കട്ടെ. ഉയ് പപ്പാനെ ഇഷ്ടം ഉമ്മാനെ ഇഷ്ടം? ഓ മാറിപ്പോയി. അയ്യോ, അപ്പൊ ഉമ്മ വാങ്ങിച്ചില്ലേ? ഇമ്മ വാങ്ങിച്ചില്ലേ? എൻ്റെ ഡ്രസ്സിലാക്കരുത്, എൻ്റെ ഡ്രസ്സിലാക്കരുത്. ഓ സോപ്പ്. പറ കഴിഞ്ഞാ? പപ്പാക്ക് വേണമെങ്കിൽ തുടച്ചു കൊടുക്കുവോള്. എൻ്റെ പപ്പൻ്റെ ഉയ് പപ്പാനെ സോപ്പിടാ. ഉയ് പപ്പാനെ സോപ്പിടാ. ഓക്കെ, ഉയ് പപ്പാനെ സോപ്പിടാ. എങ്ങനെ സോപ്പിടല്? അങ്ങനെ ആക്കിട്ടാ? ഫോൺ വാച്ചിമ്മൽ വരും. വാച്ച് ഉയ്ക്ക് ഉമ്മാനെ ഇഷ്ടം പപ്പാനെ ഇഷ്ടമോ? ഉമ്മാനെ ഇഷ്ടമില്ലേ? പ്ലീസ്. ഞാൻ റോയിക്ക് ഇനി ഒന്നും ഉണ്ടാക്കി തരില്ല കേട്ടോ. ഞാൻ ഇന്ന് റോസുവിന് ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കണം. പപ്പിക്കുട്ടി
എന്താ ചെയ്യാൻ പോണ നീ? മതി മതി, ഈ വേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ റൂഹി, എന്താണ്? പപ്പാന്റെ പോയി ഇനിയും പപ്പാന്റെ സോപ്പിടാൻ പോണതാ. ഇതാണ് ഇവിടുത്തെ ഡെയിലി റൂഹിന്റെ റൂട്ടീന്. എന്താണ്? ക്ലീൻ ചെയ്യണം. ഇത് മാത്രമാണ് ഇക്ക അവിടെ ചെയ്യണ ഒരേ ഒരു പണി അല്ലേ? ചിരിച്ച് ഇത് ക്ലീനാക്ക് റൂഹി, ഇത് ക്ലീനാക്ക്, ഇത് ക്ലീനാക്ക്. പഴം അവിടെ വെച്ചിരിക്കുന്നത് ഇതെന്തപ്പോൾ ടേബിൾ മേലെ ഫുള്ള് ക്ലീനാക്ക്, ക്ലീനാക്ക്. വേസ്റ്റ് ബിന്നിൽ കറക്റ്റ് കൊണ്ടുപോയിട്. എന്തേ അങ്ങനെ ഓരോന്നല്ല, ഇത് മൊത്തം ക്ലീനാക്ക്. ആ ടോയ്സ് ബാസ്ക്കറ്റിൽ കൊണ്ടിട്ട് അങ്ങനെ ഓരോ പേപ്പറില്ല. അതാരങ്ങനെ ആക്കി? ആ പേപ്പർ ഇന്ന് എനിക്ക് വയ്യാത്ത ദിവസമാണ്. ഇന്നാണ് സദ്യ ഉണ്ടാക്കുന്നത് ഇവിടെ. ഓക്കെ. റൂയി വേസ്റ്റ് ബിന്നിൽ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. നല്ല കുട്ടിയാണ്. ഇനിയുണ്ടോ? റൂയി ക്ലീൻ ചെയ്യാ. നല്ല കുട്ടിയാണ്. ഇങ്ങനെ നല്ല കുട്ടി വേറെ ഉണ്ടാവില്ല. ആഹാ, അതെന്ത് കഴുകി കൊണ്ടുവന്ന് വെച്ച്? എന്ത് പറ്റി? സാധാരണ അതവിടെ സിംഗിൾ കാണേണ്ട ആണല്ലോ. ഡീസൻ്റ് ആവണല്ലോ അല്ലേ? ക്ലീൻ ചെയ്യാ. സോറി. അത് ഉമ്മ വെജിറ്റബിൾസ് ആയിരുന്നു. ഓക്കെ, കത്തി എടുത്ത്. ഓക്കെ, ഞാൻ അറിയാണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെ പണിയാണെന്ന്. അല്ല, ആ ടേബിൾ മത്തെ പണിയാതാ? മതി. എനിക്ക് വയ്യ ഒരു പപ്പാനെ ഒലിപ്പിക്കല്. അതൊക്കെ ആരെ റൂഹിയല്ലേ? ആരെ ടേബിൾ വൃത്തികേടാക്കി? ആരെ ടേബിൾ വൃത്തികേടാക്കി? സ്ഥലത്ത് എടുത്ത് വെച്ചിക്കണം. പിന്നെന്താ വേണ്ടേ? ടോയ് വേണ്ട. നമ്മളൊരു ഇൻസ്റ്റൻറ്റ് അച്ചാറും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഇത് നെല്ലിക്കയാണ്. നെല്ലിക്ക ഒരു 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. 2 വേണമെന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റ് കൊണ്ട് നമ്മൾ കുറേ കഴിച്ചു പോകും. ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് നാരങ്ങ മാങ്ങ ഒക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് ഉമ്മാൻ്റെ സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആദ്യം ആ ഒരു വഴുതനങ്ങ കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം കുറേശ്ശെ മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചല്ലോ അതിട്ട് കൊടുക്കുക. നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുക, ഷാലോ ഫ്രൈ ചെയ്യുക. ഇങ്ങനെ വഴുതനങ്ങ കുറേ ആൾക്കാർ പൊരിച്ചിട്ടുണ്ടാവും. പൊരിച്ചിട്ട് നമ്മൾ നേരെ അങ്ങനെ കഴിക്കുന്നതായിരിക്കും, മീൻ ഫ്രൈ പോലെയൊക്കെ കഴിക്കുന്നതായിരിക്കും. നമ്മൾ ഈ പൊരിച്ചത് ഇനി കറിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, കറി ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ഫ്രൈങ് പാൻ എടുത്തത്. അപ്പോൾ ആദ്യം എടുത്തപ്പം അതിൽ എന്താ പറയുക, സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മേലക്ക് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് സംഭവം ഫ്രൈ ആക്കി കിട്ടിയാൽ മതി, പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്യാബേജ് അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ഉപ്പേരിക്കായിട്ട്, അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. അപ്പോൾ വഴുതനങ്ങ സെറ്റായിട്ടുണ്ട്, 2 വശവും കുക്കായിട്ടുണ്ട്. ഇനി ക്യാബേജ് ഉണ്ടാക്കുകയാണ്. കടുക് പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ബീൻസും ക്യാബേജും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കുക്ക് ചെയ്യുക. ക്യാബേജ് ഒറ്റയ്ക്കാണെങ്കിൽ പെട്ടെന്ന് കുക്കാവുമല്ലോ, നമ്മൾ ബീൻസും കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാനുണ്ട്. തേങ്ങ, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക.
അപ്പോൾ ബീൻസ് അതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. വലുതായിട്ടാണ് അരിയണമെങ്കിൽ ഫസ്റ്റ് ബീൻസ് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക, എന്നിട്ട് വേണം ക്യാബേജ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഞാനല്ല, ഉമ്മയാണ് കുഞ്ഞതായിട്ട് അരിഞ്ഞത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ രണ്ടും കൂടി ഒരുമിച്ചിട്ടത്. പെട്ടെന്ന് വേവും രണ്ടും കൂടി ഒരുമിച്ച് അങ്ങനെ ആകുമ്പോൾ. എന്നിട്ട് ഈ ചമ്മന്തി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. നല്ല ടേസ്റ്റാണ്, സാധാ ക്യാബേജ് ഉണ്ടാക്കുന്നതിലും നല്ല ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പില എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. കറിവേപ്പില വറ്റൽമുളക് വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബേജ് തോരന്. നമ്മൾ വഴുതനങ്ങയുടെ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്, പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കുക. ഞാനൊരു 1.25 കപ്പോളം എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമുള്ളത് എടുക്കുക. എന്നിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുക. ആ കട്ടകളൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ആ ഒരു തിക്നെസ് ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട്, ഭയങ്കര തിക്കാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എന്നിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു പരിപാടി കൂടെ ഉണ്ട്. ആ സെയിം ഫ്രൈങ് പാനിലോട്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുക് ഒരു 1/4 ടീസ്പൂണിൽ കുറവ് കടുക് മതി കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ജീരകം, ക്യുമിൻ സീഡ് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില അവിടെ ഇതിന് മാത്രമേ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ചേർക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറിനായിട്ട് കേട്ടോ. കറിവേപ്പില എത്തണം നാട്ടിൽ നിന്ന് കുറച്ച് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാം ഡ്രൈ ആയിപ്പോയി. അപ്പം അത് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുക. ഈ തൈരും വഴുതനയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല ഭംഗിയാണത് കാണാൻ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറികളൊന്നും ഇല്ലാത്ത ദിവസം നമുക്കിത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വഴുതനങ്ങ വെച്ചിട്ട് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അതിന് വഴുതനങ്ങ എടുത്ത് കഴിക്കാൻ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കുറേ ആൾക്കാർ ട്രൈ ചെയ്തവരുണ്ടാവും, ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വഴുതനങ്ങ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു ബംഗാളി ഡിഷാണ്. പിന്നെ മീൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു, അപ്പം അത് വേഗം എടുത്തിട്ട് മസാല വെച്ചിട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. എയർ ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ. എയർ ഫ്രൈ ആകുമ്പോൾ മസാല തേച്ചിട്ട് എയർ ഫ്രൈയിൽ വെച്ച് കൊടുക്കുക, മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ കൊള്ളാത്തത് ഒരു 3-4 ഉണ്ടായിരുന്നു, അത് ഞാൻ ഫ്രൈ ആക്കാൻ വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇക്കൻ്റെ വെണ്ടക്ക ഉണ്ടാക്കുന്നുണ്ട്. അത് പിന്നെ ഇനി ആരും ഹെൽപ്പ് ചെയ്യണമെന്നില്ല, ഇക്കന്നെ ഉണ്ടാക്കും. നമ്മൾക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് 2 ഇതുള്ളൂ കേട്ടോ, നെല്ലിക്കയുള്ളൂ. വലിയ നെല്ലിക്ക ആയതുകൊണ്ടാണ് അങ്ങനെ. ഒരു 2 നെല്ലിക്കയിലോട്ട് 2.5 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് വിനാഗിരിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, 1 ടീസ്പൂണ്. ഇതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ കേട്ടോ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കാരണം നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ, ഉണ്ടാക്കി വെക്കണമല്ലോ. അപ്പോൾ ഡെയിലി വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയോ, അതുപോലെ ഞാൻ ചെറുനാരങ്ങ വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു, ബ്രിഞ്ചാൾ കറി കണ്ടപ്പോൾ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല എന്ന്. പക്ഷേ നമുക്ക് ഈ പനി വരുമ്പോഴും എന്തൊക്കെയോ വായിലിങ്ങനെ കഴിക്കാൻ തോന്നൂലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇൻസ്റ്റൻറ്റ് നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, തൈര്, ചെറിയ ജീരകം എല്ലാം കൂടി ഒന്ന് ജ്യൂസാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെണ്ടയ്ക്കയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി റെഡിയാവും. ഈ വെണ്ടയ്ക്ക പച്ചടി റൂഹിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്നും ഇതിൻ്റെ കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. വെണ്ടയ്ക്ക ഏതായാലും ഫ്രൈ ആക്കിയല്ലേ. എന്തായാലും സദ്യ എന്നുള്ള പേരാകുമ്പോൾ കുറച്ചധികം കൂട്ടാനെങ്കിലും വേണ്ടേ. ഞാനല്ല കേട്ടോ സദ്യ എന്ന് പേരിട്ടുള്ളത്, ഇക്കാൻ്റെ പണിയാണ്. അപ്പം കുറച്ച് പപ്പടം കൂടി പൊരിച്ചു. ഇത് കാണുമ്പം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും, പനിയായിട്ട് എന്തിനാ അപ്പം ഇതിനൊക്കെ നിൽക്കുന്നതെന്ന്. എനിക്കെന്തോ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ വയ്യാണ്ടൊന്നും ഞാൻ നോക്കില്ല. ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ബിരിയാണി വരെ ഉണ്ടാക്കും ഞാൻ. എനിക്കെൻ്റെ മൂഡ് മാറണമെങ്കിൽ വയ്യാത്ത സമയത്താണ് കുറച്ചുകൂടെ ആക്റ്റീവ് ആവുക. ഒട്ടും വയ്യെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കാൻ മൂഡ് വന്നാൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. അത് മൂഡ് വന്നാൽ ഉണ്ടാക്കി കഴിക്കും, മൂഡില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും കഴിക്കാനുള്ള മൂടാണ്ട് പോയി, പറ്റ വയ്യാണ്ടായി. ഇന്നലെ മൊത്തം കിടപ്പായിരുന്നു. ഇന്നലെ ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഫിഷ് എയർ ഫ്രൈ ചെയ്തിട്ടുണ്ട്, കുറച്ചെടുത്ത് ഫ്രൈ ആക്കിയിട്ടുണ്ട്. പനിഞ്ഞീനും ഉണ്ടായിരുന്നു കേട്ടോ മീനിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സദ്യയുടെ വിഭവങ്ങൾ. അപ്പം ഇലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇക്കയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബംഗാളി വഴുതനങ്ങ കറി
ചോറും ആ കറിയും നല്ല കോമ്പിനേഷൻ ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ പലപ്പോഴും ഇങ്ങനെ റീൽസിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ഈ ഒരു കറി ഉണ്ടാക്കുന്ന പലരും. അപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വഴുതനങ്ങ ഇനി കിട്ടുമ്പം ഉണ്ടാക്കണം എന്ന്. പിന്നെ ഇതൊക്കെയാണ് നമ്മളെ കൂട്ടാനുകൾ കേട്ടോ. സദ്യ ഞാൻ പറയുന്നില്ല, ഇനി പറഞ്ഞ് ചിലപ്പം ചിലർക്കൊന്നും ഇഷ്ടമാവില്ല, അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല. എന്തായാലും എന്താ പറയുക, എനിക്കധികം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം, പക്ഷേ എന്തോ എനിക്ക് പറ്റ വയ്യാണ്ടായി, പിന്നെ കിടപ്പിലായിരുന്നു. ഇപ്പോൾ ദാ കുറച്ചൊന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കൂട്ടാനുകൾ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഓയ്ക്ക് ചോറ് കിട്ടിയില്ല, പാവാണ്. പ്ലേറ്റിൽ മതിയില്ല. ഏലെന്താ ആർക്ക് ഉണ്ടാക്കൂ? പപ്പ പോയും കൂടിയാ? ഉമ്മക്ക് വേണ്ടപ്പോ? അല്ല, ആകെ 3 ഇല ഉള്ളത്. അതിൽ ഒന്ന് പപ്പക്ക്, ഒന്ന് റൂഹിക്ക്, ഒന്ന് റിസക്ക്. അപ്പൊ ഉമ്മക്കോ? ഇല്ല, എനിക്ക് വേണ്ട എൻ്റെ ലോലിപോപ്പ്. എനിക്ക് വെണ്ടക്ക കറി കൊടുത്തേ. ആ തൈര് 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 ഈ തൈരിൻ്റെ ആളാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.